പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവ സാന്നിധ്യത്തിൽ മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അധികാരത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടായാൽ ഈ ഭൂമിയിൽ ജയോത്സവമായ ഒരു ജീവിതം നയിക്കുവാൻ നമ്മെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തും. നാം ഭയത്തിന് അടിമപ്പെടത്തില്ല. ദേശാധിപതിക്ക് നാം കീഴ്പ്പെടത്തില്ല. നമ്മളുടെ ഉള്ളിൽ വാഴുന്നത് ആരാണെന്നുള്ള തിരിച്ചറിവ് ഈ ദിവസങ്ങളിൽ നാം പ്രാപിച്ചേ തീരൂ. എല്ലാ ഭയവും വിട്ടുമാറട്ടെ. പേടിക്ക് നിങ്ങൾ ഒരു അടിമയല്ല. അതെ, ഭയത്തിന് അടിമപ്പെടുവാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല. ധൈര്യത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വാഴുന്നതിനാൽ നിങ്ങളുടെ മേൽ അസാധാരണമായ അധികാരം വ്യാപരിക്കുന്നു. മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 17-ാം വചനത്തിൽ ഇപ്രകാരം യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നോക്കിക്കേ, യേശുവിൻ്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അധികാരം അത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും കൈകാര്യം ചെയ്യുന്ന യേശു കർത്താവ്, സകലത്തിൻ്റെ മേലും വാഴുന്ന യേശു കർത്താവ്, അതേ കർത്താവ് നമ്മളുടെ ഉള്ളിൽ വാഴുന്നുവെന്ന് യോഹന്നാന്റെ സുവിശേഷം 14-ാം വചനത്തിൽ വായിക്കുവാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നാം കേവലം സാധാരണക്കാരാണോ? ഇങ്ങോട്ട് നോക്കിക്കേ, ഒന്ന് ധൈര്യപ്പെട്ടേ. നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അധികാരം ഒന്ന് തിരിച്ചറിഞ്ഞേ. പ്രകൃതിയുടെ മേൽ നിങ്ങൾക്ക് അധികാരമുണ്ട്. യോശുവ ഒരു വാക്ക് പറഞ്ഞപ്പോൾ സൂര്യൻ തന്നെ അനുസരിച്ചു. യേശു ശാസിച്ചപ്പോൾ കടൽ ശാന്തമായി. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ വാക്കുകൾക്ക് എത്ര വലിയ അധികാരമുള്ളത് ഈ ദിവസങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ടവർ തിരിച്ചറിയണം. നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അധികാരം അത് സാധാരണമല്ല. അത് എങ്ങനെ റിലീസ് ചെയ്യാം? നിങ്ങളുടെ വാക്കുകളിലൂടെ നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന ശക്തിയെ ശാസിക്കുക. നിങ്ങളുടെ മേൽ ഭരണം നടത്തും എന്ന് വാദിക്കുന്ന ദേശാധിപതിയോട് കീഴടങ്ങുവാൻ കൽപ്പിക്കുക. നിങ്ങൾക്ക് വിരോധമായി ഒന്നിനും ഒരു നാളും നിൽക്കുവാൻ സാധിക്കത്തില്ല. ഒരു ആഭിചാരത്തിനും നിങ്ങളെ തൊടുവാനോ തകർക്കുവാനോ കഴിയത്തില്ല. സകലത്തിൻ്റെ മേലും അധികാരമുള്ള യേശുനാഥൻ നമ്മിൽ വസിക്കുന്നതിനാൽ അതേ അധികാരം നമ്മളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്നു. ആ അധികാരത്തിൽ ഈ ദിവസങ്ങളിൽ ജീവിക്കുവാൻ, മുന്നോട്ട് പോകുവാൻ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ക്ഷീണിക്കരുത്. നിങ്ങളായിരിക്കുന്ന ദേശത്തിൻ്റെ മേൽ ഒരു അധികാരം നിങ്ങളുടെ മേൽ സ്വർഗം കൽപ്പിച്ചിട്ടുണ്ട്. എസ്തേറിൻ്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അധികാരം അത് യഹൂദ വംശത്തിൻ്റെ മേൽ മുഴുവനും വിടുതലായി പ്രയോജനപ്പെട്ടതുപോലെ, പകരപ്പെട്ടതുപോലെ നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അധികാരമുണ്ടല്ലോ, അത് നിങ്ങളിൽ ഒതുങ്ങേണ്ടതിനല്ല, നിങ്ങളായിരിക്കുന്ന ദേശം വെളിച്ചം കാണേണ്ടതിനാ, നിങ്ങളുടെ കുടുംബം വിടുതലിലേക്ക് നയിക്കപ്പെടേണ്ടതിനാ. ആയതിനാൽ ഈ ദിവസങ്ങളിൽ ഒതുങ്ങിക്കൂടി എവിടെയെങ്കിലും ഇരിക്കാം എന്ന് കരുതണ്ട. പുറത്തു വാ. സ്വർഗം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അധികാരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ മുന്നേറുക. ആ വാക്കുകൾ അധികാരത്തോടെ പ്രയോഗിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ചിലതിനോട് കൽപ്പിക്കുക, ചിലതിനോട് പ്രവചിക്കുക. അതങ്ങനെ തന്നെ സംഭവിക്കുക. പ്രാർത്ഥിക്കുക. അപ്പാ, ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അസാധാരണമായ അഭിഷേകത്തിനും അധികാരത്തിനും നന്ദി. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പകരപ്പെട്ടിരിക്കുന്ന അധികാരം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പ്രായോഗികമാക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ. ഹോരാമ ശഖബാരഗസിയാം ധേരിയാം ദൽ അൽഥമനഗസിഖേനിയാം ഷഖേനിയാം സൽ. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം എന്നോട് കൂടെ പ്രാർത്ഥിച്ചേ. അന്യഭാഷ ലഭിച്ചവർ ആത്മാവിൽ അല്പസമയം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നേ. ശംധന ലമന രഗത രഗസിയാം ദൽഖേനിയാം സൽ. ഉള്ളങ്ങളിൽ നിന്ന് ക്ഷീണം മാറട്ടെ. അവരുടെ മേൽ പകർന്നിരിക്കുന്ന അധികാരത്തെക്കുറിച്ചുള്ള ബോധ്യം ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വെളിപ്പെട്ട് വരട്ടെ. ഓ ശമര ഖമനഗസിയാം ധേനി. ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു കർത്താവേ. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ അത് ധൈര്യത്തോടെ ചെയ്യുവാൻ അങ്ങ് ഞങ്ങളെ അധികാരപ്പെടുത്തിയിരിക്കുകയാൽ സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങയെ ബഹുമാനിക്കുന്നു. അങ്ങ് ഞങ്ങളിൽ വാഴുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ എൻ്റെ പ്രിയരെ എല്ലാം ബ്ലെസ് ചെയ്യുന്നു. മഹത്വമപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സാധാരണക്കാരായി ഒതുങ്ങിക്കൂടാതെ
കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന അധികാരം ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പ്രായോഗികമാക്കുക. നിങ്ങളുടെ അസാധാരണമായ നാവിലൂടെ ആ അധികാരം പുറത്തേക്ക് ഒഴുകട്ടെ. ബ്ലെസ് യു.